ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി വർഗീയതയാണ്. കാരണം നമ്മുടെ രാജ്യം വൈവിധ്യങ്ങളാൽ സമ്പന്നമാണ്. ഇന്ത്യയുടെ അടിത്തറ വൈവിധ്യമാണ്. ആ വൈവിധ്യങ്ങളെ വർഗീയത തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാജ്യം തന്നെ തകരും. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അപ്പോൾ വർഗീയതയ്ക്കെതിരായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അനിവാര്യമായി സ്വീകരിക്കേണ്ട നിലപാടാണ്. മതമൗലികവാദവും വർഗീയതയും രണ്ടാണ്. വർഗീയത രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മതത്തെ ഉപയോഗിക്കുന്നതാണ്. ഇത് മതമൗലികവാദവും വർഗീയതയും ഒക്കെ പലപ്പോഴും യോജിച്ച് കൈകോർത്തൊക്കെ വരാറുണ്ട്. വർഗീയതയ്ക്കെതിരായ നിലപാടെന്ന് പറഞ്ഞാൽ എല്ലാത്തരം വർഗീയതയ്ക്കെതിരായ നിലപാടെന്നാണ് അർത്ഥം. അതിൽ അർത്ഥശങ്കയ്ക്കിടയില്ല. നമ്മളൊക്കെ പ്രസംഗിക്കുമ്പോഴോ മറ്റോ ചിലപ്പോൾ കുറച്ച് കൂടുതൽ RSSനെ വിമർശിക്കുന്നുണ്ടാവും. അത് RSS ഇന്ന് ഇന്ത്യ ഭരിക്കാൻ തക്കവണ്ണം ശക്തി ആർജിച്ച വർഗീയത ആയതുകൊണ്ടാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം മറ്റേതെങ്കിലും വർഗീയതയോട് നമുക്ക് അയവേറിയ ഒരു നിലപാടുണ്ടെന്നല്ല. മറ്റുള്ള ചില വർഗീയതകൾക്ക് ഇന്ത്യ ഭരിക്കാൻ പോയിട്ട് ചിലപ്പോൾ ഒരു പഞ്ചായത്ത് ഭരിക്കാൻ പോലും ശക്തി അവർക്ക് ആർജിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പ്രസംഗിക്കുമ്പോഴൊക്കെ അവരെ കുറച്ച് കുറവായിരിക്കും ചിലപ്പോൾ പറയുന്നുണ്ടാവും. എന്നാൽ അടിസ്ഥാനപരമായി നമ്മൾ വർഗീയതയാണ് എതിർക്കുന്നത്. വർഗീയത എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ്. വർഗീയത അത് രാഷ്ട്രീയാധികാരത്തിന് വേണ്ടി മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിക്കുന്നതിനെയാണ് വർഗീയത എന്ന് പറയുന്നത്. ഇന്ന മതം എന്നില്ല. ഏത് മതത്തെയും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാം. അതിനെ എല്ലാം എതിർക്കണം. ഇന്നോളം നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടിട്ടുള്ള വർഗീയതയെല്ലാം എതിർക്കുന്നു. ഒരുപക്ഷെ ഇനി നാളെ പിറക്കാനിരിക്കുന്ന വർഗീയതയും എതിർക്കുന്നു. അങ്ങനെ മാത്രമേ ഒരു ജനാധിപത്യവാദിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നിലപാട് ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചിട്ടുണ്ട്, എല്ലായ്പ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്.